പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം നമ്മളുടെ ഹിസ്റ്ററിയിൽ ചാപ്റ്റർ നമ്പർ 2 അല്ലെങ്കിൽ അധ്യായം നമ്പർ 2, ചാപ്റ്റർ നമ്പർ 2, ദ വേൾഡ് ഇൻ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. My dear children, we are still going to discuss in history the second chapter, the world in the 20th century. We are discussing in different points of world history. So this chapter's summary is the first one is Industrial Revolution in 18th century. That is a true lesson. We are discussing. Let me tell you what the topics are. Topics when are. That is done, you will get a rough ideas of the chapter. The same for goes discussing the First World War, the Second World War. So is that fascism, Nazism, imperialism, colonization as well as post-war illness, that is post-war. Another topics is formation of UNO, Cold War, liberation of Asia and Africa countries, then non-allied movement, neo-imperialism or neo-liberalism. In the lessons, we will discuss Mussolini and Hitler. Then next topics is Triple Alliance, Triple Entente, and Axis powers, and are discussed in these chapters. The chapter name is The World is 20th Century. My dear children, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഒരു രത്ന ചുരുക്കമായിട്ട് ഞാനിവിടെ പറയാം. ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേതെന്ന് പറയുന്ന ഒന്നാം ലോകമഹായുദ്ധമുണ്ട്, രണ്ടാം ലോകമഹായുദ്ധമുണ്ട്, ഫാസിസമുണ്ട്, നാസിസമുണ്ട്, അതേപോലെ തന്നെ സാമ്രാജ്യത്വം എന്താണെന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പോൾ സാമ്രാജ്യത്വമുണ്ട്, കോളനിവൽക്കരണമുണ്ട്, അതേപോലെ തന്നെ പോസ്റ്റ് വാർ, അതായത് പോസ്റ്റ് വേൾഡ് വാർ ഇൻ ദ വേൾഡ്, അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഒരു അവസ്ഥ, അതായത് യുദ്ധാനന്തര ലോകം നമുക്ക് ഒറ്റവാക്കി പറയാം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഷയം UNOയുടെ
അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം, അതേപോലെ തന്നെ ശീതയുദ്ധം കോൾഡ് വാർ, അതേപോലെ തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം ചേരിചേരാ പ്രസ്ഥാനമാണ്, നോൺ അലൈഡ് മൂവ്മെന്റ്. പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഷയം നവസാമ്രാജ്യത്വം, നിയോ ലിബറലിസമാണ്. എന്നീ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൂടാതെ മുസോളിനി, ഹിറ്റ്ലർ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, പിന്നെ വരുന്നത് അച്ചുതണ്ട് ശക്തികളുണ്ട്, സഖ്യശക്തികളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അധ്യായത്തിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. വി ഗോ ഫോർ in the class discuss in the class. My dear children, we know in the 19th century as well as in the 18th century, 4 centuries, colonialism had been at its peak, mainly behind its time, move on the essentially so called forces behind it, as they say. This was Europeans, Asia, Latin America and Africa, as well as all over these continents are made, and this is a small colonies established began to. It was only after that the extended into. Then give a map in other book. Map in the book, and you will notice that Africa in 1914 given a map. African countries understand one thing when they look at their hand, flower in their hand. Liberia, Egypt, etc. in many countries are marked on this map. കുട്ടികളെ, നമുക്കറിയാം ഏതാണ്ട് 19 നൂറ്റാണ്ടുകൾ, ഈ സമയം എന്ന് പറയുന്നത് കോളനിവൽക്കരണം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ പിറകിലുള്ള ശക്തികളെന്ന് പറയുന്നത് യൂറോപ്യന്മാരാണ്. അവർ ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെ അവർ ചെറിയ കോളനികൾ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കോളനികൾ സ്ഥാപിച്ചതിന് ശേഷം പിന്നീടത് കോളനിവൽക്കരണത്തിലേക്ക് അല്ലെങ്കിൽ കോളനികളായിട്ട് മാറുകയാണ് ഉണ്ടായത്. കുട്ടികൾ, നിങ്ങളുടെ പുസ്തകത്തിലൊരു മാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ആ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1914 ഒരു ആഫ്രിക്കയുടെ ഒരു ഭൂപടമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മാപ്പിൽ നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആഫ്രിക്കൻ രാജ്യങ്ങൾ ലൈബീരിയ, ഒയ്ബീരിയ, ഈജിപ്റ്റ്, ക്യാമറൂൺ, അത്തരത്തിലുള്ള പല രാജ്യങ്ങളും ഈ മാപ്പിനകത്ത്, ഈ ഭൂപടത്തിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അതിർത്തികൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് അഥവാ നേർരേഖയിലായിരിക്കും. After all this boundary, after thinking of boundaries like this space, all over this is in straight line for us to have a straight line only.
After asking why it came in such a straight line, there are many countries in Europeans were original, the French, the Dutch, the uh, British, and all of the above countries, such as Africa and Asia, so on. They were Asian, African, and Latin American. Exploitation was said to be the main purpose. There came to and understanding that it was so intrusive, the rich continent themselves have taken on a variety smaller countries that how it all comes together in a straight line. But that is not case in India. നിങ്ങൾ ശ്രദ്ധിക്കുക, ധാരാളം യൂറോപ്യന്മാരുണ്ട്, അതായത് പോർച്ചുഗീസുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്. ഇവയിൽ പ്രധാനികളാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലണ്ടുകാരാണ്. ഈ പറയുന്ന യൂറോപ്യന്മാരെല്ലാം കൂടെ ആഫ്രിക്ക, അതേപോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ എന്ത് ചെയ്തു? ആ പ്രദേശങ്ങൾ, യൂറോപ്പിലെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രദേശങ്ങൾ കയ്യേറി. അവിടെ കയ്യേറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ചൂഷണം നടത്തുന്നതിന് വേണ്ടി ആയിരുന്നു. അങ്ങനെ കയ്യേറിയ ശേഷം അവർ തമ്മിൽ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണയിലെത്തി അവിടുത്തെ പ്രദേശങ്ങൾ ഓരോരോ രാജ്യങ്ങളായിട്ട് വീതം വെച്ചെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വീതം വെച്ചെടുത്തത് കൊണ്ടാണ് ഇവയൊക്കെ ഏകദേശം ഒരു നേർരേഖയിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രദേശം ഒരു രാജ്യമായിട്ട് മാറിയതാണ്. ഇന്ത്യ റീജൻ ദാറ്റ് ബിക്കെയിം ലേറ്റർ, അതായത് ഇന്ത്യ പിന്നീട് നിരവധി പ്രദേശങ്ങളായിരുന്നു, ആ പ്രദേശങ്ങൾ ചേർന്ന് പിന്നീട് ഒരു രാജ്യമായി മാറുകയാണ് ഉണ്ടായത്. പക്ഷെങ്കിൽ ആഫ്രിക്കൻ രാജ്യം അങ്ങനെയല്ലായിരുന്നു. ഈ കൺട്രി വാട്ട് ആർ ദ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ അതിർത്തി എങ്ങനെയുള്ളതാണെന്ന്. Tonight, nothing too short of a straight lines, then you will understand why Africa such came in a straight line. I have presented it here as an introduction to it. These are our most important issues. The important thing is that World War I as Second World War, history can tell you a story, so you can understand a little more. We can say what was the colonialism is factories made capital investment. The capitalist increased production and said the industrial had gained a lot of the momentum. The industrial revolution of the 19th century was a time of intense industrialization. The capitalists were trying to increase production. As part of that, production will continue to increase their own products in local market. A situation has reason where selling is not enough. So anyone came to find new market. So they started going to each new country in search of new market. That is how the domestic market begins to explore. So called them Asia, Africa, and Latin American countries. On the other continent begins to colonialize them.
who has already trade relations with these countries. ഇവിടെ നിങ്ങൾ ഇന്ത്യയുടെ അതിർത്തി കണ്ടായിരുന്നല്ലോ. ആ അതിർത്തി കൃത്യമായിട്ടുള്ള നേർരേഖയിലൊന്നുമല്ല ഉള്ളത്. അപ്പോൾ ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് നേർരേഖയിലുള്ള അതിർത്തി വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇതൊരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി വിശദമായിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇന്ന് വേൾഡ് വാർ 1, ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധം, അതിൽ 2ാം ലോക മഹായുദ്ധം, ഇവയൊക്കെ പോലത്തെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ചരിത്രം ഒരു കഥ പോലെ പഠിക്കാം. കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പം നമ്മളൊരു കഥ പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു കഥ പോലെ പഠിക്കാം. അപ്പോൾ എന്താണ് കോളനിവൽക്കരണം? കോളനിവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ആ ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തിക്കൊണ്ട് മുതലാളിമാർ അവരുടെ ഉൽപ്പാദനം കൂട്ടി. അതായത് ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തിക്കൊണ്ട് മുതലാളിമാർ അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 19ാം നൂറ്റാണ്ടോടുകൂടി വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടുതൽ ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയാണ് മുതലാളിമാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ അവരുടെ തദ്ദേശീയമായിട്ടുള്ള കമ്പോളങ്ങളിൽ വിൽക്കാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം. കാരണം ഉൽപ്പാദനം വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. ഇനി അവ വിറ്റഴിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലെ വെല്ലുവിളി. അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യം സംജാതമായപ്പോഴേക്കും അവരെന്ത് ചെയ്തു? പുതിയ വിപണികൾ തേടി പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ആഭ്യന്തര കമ്പോളം അവർ അന്വേഷിച്ച് തുടങ്ങി. അങ്ങനെയാണ് അവർ ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ എന്ത് ചെയ്തു? അവിടുത്തെ ആ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. അപ്പം മേൽപ്പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് അവർക്ക് നേരത്തെ തന്നെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്താണ് അവരെന്ത് ചെയ്തത്? അവരുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. What they did at one time was try to consolidate their dominance over those countries. That is how gradual colonialization came to be. Was it because of industrialization that imperialism came to them later and was ensued with the end of discuss for industrialization. അപ്പോൾ നോക്കിയേ, അങ്ങനെയാണ് പതുക്കെ ഇത് കോളനിവൽക്കരണത്തിലേക്ക് വന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വ്യവസായവൽക്കരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നത് കൊണ്ടാണ് കോളനിവൽക്കരണത്തിലേക്കും അതിനുശേഷമുള്ള സാമ്രാജ്യത്വവൽക്കരണത്തിലേക്കും പിന്നീടുള്ള യുദ്ധങ്ങളിലേക്കും ഒക്കെ തന്നെ ഇത് മാറിയത്. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വി സെഡ് ആസ്കിങ് how they were colonized, the exploitation of economy and political power, and therefore same military capability is used. Here is the economic perspectives. Thus after economic exploitation they were later turned into colonies. Thus exploitation took and organized labor movement against exploitation were formed. The so-called Marxism context came to the group many part of the world. In some places it became organized labor movement in the colonies of the colony's chief at the time invested in capital. അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് കോളനിവൽക്കരണം നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ സൈനിക ശേഷി
അവർക്ക് ധാരാളം സൈനിക ശേഷി ഉണ്ടായിരുന്നു. ആ സൈനിക ശേഷിയും ഉപയോഗിച്ചിട്ടാണ് അവർ ഈ കോളനികൾ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അവർ കോളനികളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ചൂഷണങ്ങൾക്കൊക്കെ എതിരായിട്ട് സംഘടിതമായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. രൂപം കൊണ്ട് മാർക്സിസം എന്ന ആശയം രൂപപ്പെട്ടു വന്നു. ആ മാർക്സിസം എന്ന ആശയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രചരിക്കുകയും ആ മാർക്സിസം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സംഘടിതമായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്തു. ഇൻ ദ കോളനീസ് ഓഫ് colony chief at that time invested in capital investment was made by them to increase the production there. Then he started selling goods right there and turned the colonies into their main market. That is why capital investment made one of the reason was low wages of the workers. Similarly, availability of raw materials was a lot of work, but not only with the low cost production and distribution in the colonies. That why the colonies made a lot of capital investment with one person. That you have almost got an idea of what as colonization. പിൽക്കാലത്ത് കോളനി മേധാവികൾ കോളനികൾ തന്നെ മൂലധന നിക്ഷേപം നടത്തി. ഇങ്ങനെ മൂലധന നിക്ഷേപം നടത്തിയത് അവിടെ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും അവരുടെ മാർക്കറ്റ് എന്താണ്? പറഞ്ഞ കോളനികൾ തന്നെയാണ് പ്രധാനമായിട്ടും അവരുടെ പ്രധാന കമ്പോളങ്ങൾ. അവർക്ക് അവിടെ തന്നെ സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അവർ എന്തിനു വേണ്ടിയാണ് അവിടെ മൂലധന നിക്ഷേപം നടത്തിയെന്ന് പറയാം. അവിടെ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ അവിടെ ലഭിക്കുമായിരുന്നു. മറ്റൊരു കാരണമെന്ന് പറയുന്നത് കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ ചിലവ്. അതുകൊണ്ട് തന്നെയാണ് മുതലാളിമാർ കോളനികളിൽ തന്നെ മൂലധനത്തിൻ്റെ ധനം ഒരുപാട് നിക്ഷേപിച്ചത്. അപ്പോൾ കോളനിവൽക്കരണം എന്താണെന്ന് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു.